ഹലോ, അസ്സലാമു അലൈക്കും. പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ കഴിഞ്ഞ വ്ളോഗിൽ. അപ്പോൾ പെങ്ങളിവിടെ ഒരാഴ്ച ഉണ്ടാവും, ഒരു 5 ദിവസം മാക്സിമം. അപ്പോൾ പെങ്ങളെ കൂടെ ഉള്ള കുറച്ച് ദിവസങ്ങളും അവരുടെ വിശേഷങ്ങളും നമ്മൾ പുറത്തു പോയതും ഫുഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ആദ്യത്തെ ദിവസം ഇതാ ഉച്ചക്കുള്ള ലഞ്ചിനുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തിറങ്ങാമെന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ നോക്കുമ്പോൾ നല്ല പഴുത്ത പഴം, നല്ല എന്താ പറയുക, തോലെല്ലാം ഇങ്ങനെ കറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും അത് കഴിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് പഴം പൊരിക്കാം, എന്നിട്ട് ചായയും എന്തായാലും ചായ നമുക്ക് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കുടിക്കാം, പഴം പൊരിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ കൊണ്ടുപോകാം വണ്ടിയിൽ നിന്ന് നിന്നാന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ പൊരിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് പിടിച്ച് വാങ്ങി. ഞാനതിൻ്റെ ബാറ്ററെല്ലാം റെഡിയാക്കി. പെങ്ങൾ കൈയെല്ലാം പൊരിച്ച്. പിന്നെ ഇതാ നെയ്ച്ചോറും സ്റ്റൂ ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കുക്ക് ചെയ്യാൻ നിന്നാൽ നമുക്ക് പിന്നെ അതിനുള്ള നേരം കാണും, പിന്നെ പുറത്ത് നമുക്ക് നടക്കില്ല. അപ്പോൾ സ്റ്റൂ ഞാൻ തലേന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ നെയ്ച്ചോറെല്ലാം തിന്ന് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. വൈകിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ പുറത്തിറങ്ങി പെങ്ങൾക്ക് ആദ്യം ഒന്ന് ബുർക്കയെല്ലാം നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ആദ്യം അവിടെയാണ് എത്തിയത്. പിന്നെ അങ്ങ് അജ്മാനിൽ പോയി. പിന്നെ കുറച്ച് ബുർക്കൻ്റെ ഷോപ്പിലെല്ലാം പോയി. അങ്ങനെ കുറേ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പിന്നെ കുറച്ച് നേരം എനിക്ക് വീഡിയോയിൽ എടുക്കാനങ്ങ് മറന്നു പോയിട്ടുണ്ടായിന്. ഓരോട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് വേണം, പിന്നെ ബെഡ് സ്പ്രെഡ് അങ്ങനെയെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം നോക്കി. പിന്നെ ഇവിടെ പോയാലും അറിയാമല്ലോ, ഒരിടത്ത് പോയി കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കിലും പെട്ട് അവിടെയെത്തി ഷോപ്പിംഗ് എല്ലാം കഴിയുമ്പോൾ നല്ല സമയമാവും. അങ്ങനെ നമ്മളിതാ ബെഡ്ഷീറ്റും ബുർക്കയും എന്തെല്ലോ വാങ്ങിച്ച് പിന്നെ പോയ സ്ഥിതിക്ക് അവിടെ കുറച്ച് എന്താ പറയുക ചുമ്മാ ഒന്ന് കറങ്ങി വീഡിയോ എല്ലാം എടുത്ത്. പിന്നെ അപ്പോഴേക്ക് തന്നെ രാത്രിയായി. പിന്നെ ദേരയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ദുബായിലെല്ലാം എത്തിയ ആൾ പിന്നെ ദേരയും നൈഫ് റോഡൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തായാലേ. അങ്ങനെ അജ്മാനിൽ നിന്ന് ദേരയിലെത്തുമ്പോൾ 1 hour തന്നെ ട്രാഫിക്കിലെല്ലാം പെട്ട് വണ്ടിയിലിരുന്ന് അവിടെ എത്തുമ്പോഴും ലേറ്റായി. അവിടെ എത്തിയപ്പോഴും വീണ്ടും നമ്മൾ പിന്നെ ബുർക്കയും അതെല്ലാം നോക്കി. കുറച്ച് പേര് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ബുർക്ക വേണമെന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ അതെല്ലാം നോക്കി. പിന്നെ പെങ്ങൾക്ക് എന്തെല്ലോ മാക്സി വാങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇതാ മാക്സിയെല്ലാം നോക്കുമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ കുറേ മാക്സിയെല്ലാം നോക്കി കുറേ സമയം അങ്ങനെ അങ്ങ് പോയി. ഇപ്പം തന്നെ ഒരു 10:30 11 o'clock ആയിന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നെയ്ഫ് സൂക്കിലെല്ലാം പോയി മാക്സിയെല്ലാം എടുത്ത്. പിന്നെ ഇതാ നെയ്ഫ് സോക്കിലെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എന്തെല്ലോ വാങ്ങി. പിന്നെ ലേറ്റായി നീനു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ താഴെ എത്തിയപ്പോൾ സ്റ്റെൻസിൽ കണ്ട്. കുറേ നാളായി കയ്യിൽ മൈലാഞ്ചിയെല്ലാം ഇട്ടിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു സ്റ്റെൻസിൽ എടുക്കാം. അങ്ങനെ ഇതാ ഞാൻ അത് വാങ്ങിച്ച്. ഇനി ഇതെല്ലാം ഇടാനുള്ള സമയം കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തിറങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും അവിടെ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് താഴെ വന്ന് ക്ലബ് സാൻഡ്വിച്ച് എല്ലാം ഓർഡർ ചെയ്തു. ഞാൻ ഫസ്റ്റ് ഒരു ചായ വാങ്ങിക്കുടിച്ച്. എനിക്ക് നല്ല തലവേദനയായിരുന്നു. അങ്ങനെ ഇതാദ്യം ഞാൻ ചായ ഓർഡർ ചെയ്ത് ചായ കൊണ്ടുവന്ന് പിന്നെ എന്താ പറയുക ഫുഡെല്ലാം ഒന്ന് വീഡിയോ എടുക്കലും ഇതൊക്കെ തന്നെയായിരുന്നു പണി. പിന്നെ ക്ലബ് സാൻഡ്വിച്ചും പിന്നെ ജ്യൂസും എല്ലാം ഓർഡർ ചെയ്ത് അതെല്ലാം എത്തി. അതെല്ലാം കഴിച്ചിട്ട് കഴിയുമ്പോഴേക്ക് തന്നെ ഒരു 12:30 1 മണിയെല്ലാം ആയി സമയം. ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും എന്താ പറയുക നട്ടപ്പാതിരയായിരിക്കും. നല്ലോണം ലേറ്റായി. എല്ലാവരും അപ്പോൾ തന്നെ ടയേർഡാകാൻ തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇതാ വീട്ടിലെത്തി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒന്ന് തുറന്ന് നോക്കി, ബുർക്കയെല്ലാം ഇട്ട് നോക്കി, എല്ലാം ഒന്ന് പാക്കിംഗ് എല്ലാം എന്താ റൈച്ചെല്ലാം എടുത്ത് നോക്കി, വീണ്ടും പാക്ക് ചെയ്ത് അങ്ങനെ സമയം പോയി. പിന്നെ നമ്മൾ കിടന്നുറങ്ങി. ഇതിപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെയായി. പിറ്റേന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിങ്ങനെ എന്തെല്ലാം ഒപ്പിച്ച് അതെല്ലാം ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ പെങ്ങൾ പറഞ്ഞ് ഒരു സ്നാക്ക് ഞാൻ നിനക്ക് ഉണ്ടാക്കിത്തരാം, നല്ല അടിപൊളിയാന്ന റോള്. അപ്പോൾ അതിന് ഒരെണ്ണെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് വിടുന്നില്ല അവർക്ക്. പിന്നെ ഫുഡിൻ്റെ ആൾക്കാരാണല്ലോ. അപ്പോൾ നോക്കി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഓർക്കിടുന്ന് ബോറടിക്കുന്നു തന്നെ റൂമിൽ വെറുതെ ഇരുന്നിട്ട് ഞാനൊരു പണിയും ചെയ്യാൻ വിടുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു സ്നാക്കിനുള്ള ഇതെല്ലാം ഞാനൊന്ന് എല്ലാക്കി കൊടുക്കും, ഓരങ്ങനെ ചെയ്യും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് ചോറൊന്നും വെക്കണ്ട, അറബി ഫുഡാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹുമ്മൂസ് കുബൂസ് പിന്നെ ഞാനിതാ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്.
പിന്നെ ചിക്കനെല്ലാം പൊരിച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് നമ്മളെ ലഞ്ച് ഇതായിരുന്നു. അപ്പോൾ മരുമകളും അബുദാബിയിലുള്ളൊരു മരുമകളും മോളെല്ലാം വന്നിട്ടുണ്ടായിനേനു. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്ന് ലഞ്ചെല്ലാം കഴിഞ്ഞ് അപ്പോൾ തന്നെ സ്നാക്സ് എല്ലാം ഒന്ന് ഫ്രൈ ആക്കി മരുവനെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതും കഴിഞ്ഞ് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞിട്ട് നമ്മളിതാ ചായ എല്ലാം കുടിച്ച് പിന്നെ ഈ സ്നാക്സ് റീലെടുക്കലും എനിക്ക് ഷോർട്ട് വീഡിയോ അതിൻ്റെ വീഡിയോയിലെടുക്കലും പിന്നെ ഞാനങ്ങനെ കുറച്ച് തിരക്കില്ലല്ലേനു. അങ്ങനെ ചായ എല്ലാം ഉണ്ടാക്കി നമ്മൾ സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ ഇതെല്ലാം എൻ്റെ റീൽസിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തതേനു. അപ്പോൾ അതന്നെ കുറച്ച് നേരം എനിക്കങ്ങനെ അങ്ങ് സമയം പോകും. പിന്നെ എല്ലാവരും ഇതാ ചായ കുടിച്ച് പിന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആദ്യം പെങ്ങളൊരു ഫ്രണ്ട് ഉണ്ടായിനേനു. അപ്പോൾ ഓരോ റൂമിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെയാണ് ആദ്യം കയറിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങി വീണ്ടും അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി കുറച്ച് സാധനമെല്ലാം നോക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ ഷോപ്പിംഗ് തന്നെയാണല്ലോ പിന്നെ കൂടുതൽ നാട്ടിൽ നിന്ന് വന്നാൽ. അപ്പോൾ വെയിറ്റ് എല്ലാം കൂടുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് വാങ്ങാൻ നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഓരോന്ന് കണ്ടാൽ നമ്മളെന്തായാലും വാങ്ങിപ്പോകുമല്ലോ. പിന്നെ ഞാനവിടെ എത്തിയേരം എനിക്ക് വേണ്ടുന്നൊരു 3-4 സാധനം മേടിച്ചു. ആദ്യം ഇന്നലെ സ്റ്റെൻസിൽ വാങ്ങിയല്ലോ, അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ഒരു മൈലാഞ്ചി കോണും പിന്നെ എനിക്ക് വേണ്ട 1-2 സാധനം മാത്രമേ ഞാനെടുത്തു. അപ്പുറത്തുനിന്ന് പെങ്ങൾക്ക് വേണ്ടതെല്ലാം ഷോപ്പ് ചെയ്യുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ പിന്നെ എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു 2ാമത്തെ ദിവസം. അപ്പോൾ തന്നെ സമയം അങ്ങ് പോയി, ലേറ്റായി. പിന്നെ നമ്മൾ വീണ്ടും പുറത്തുനിന്ന് പിന്നെ എന്തെങ്കിലുമെല്ലാം ഭക്ഷണമെല്ലാം കഴിച്ച് വീണ്ടും വീട്ടിലേക്ക് തിരിച്ച്. ഇതിപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെയായി. അന്നേരം എൻ്റെ നൈബർ എനിക്ക് കുറച്ച് പച്ചക്കായയും പിന്നെ കറിവേപ്പില അവരുടെ മദറിൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്കത് കൊടുത്തയച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പച്ചക്കായ കൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടാക്കുക. അപ്പോൾ പെങ്ങൾ പറഞ്ഞ് ഞാനൊരു 2 അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓറ് കായ് വിരകിയതും കായ് വറുത്തതും അങ്ങനെ എന്തെല്ലോ ഉണ്ടാക്കി. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ രണ്ടും. അപ്പോൾ എന്താ പറയുക, ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും അധികം യൂസ് ചെയ്യില്ല. അപ്പോൾ ഒരു ഉണ്ടാക്കി തന്നുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ലഞ്ചിന് എന്താ പറയുക ചോറും പരിപ്പും പൊരിച്ചതും പപ്പടവും പച്ചക്കായ വറവും വിരകിയതെല്ലാം ആയിട്ട് നല്ല അടിപൊളി ലഞ്ചായിരുന്നു. ഇതിപ്പോൾ ഓറുള്ളത് കൊണ്ട് ഈ പച്ചക്കായെല്ലാം അങ്ങ് ചിലവായി. അല്ലെങ്കിൽ അത് എൻ്റെ ഫ്രിഡ്ജിൽ തന്നെ ചിലപ്പോൾ അങ്ങനെ അങ്ങ് കിടക്കും. അതിൻ്റെ റെസിപ്പിയെല്ലാം നോക്കി ഉണ്ടാക്കുമ്പോഴേക്കും എന്തായാലും ഒരു സമയമാവും. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പെങ്ങൾ പറഞ്ഞ് ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഓറതെല്ലാം ചെയ്ത് ഞാൻ ചോറെല്ലാം പരിപ്പെല്ലാം സൈഡിൽ നിന്ന് ഉണ്ടാക്കുമ്പോഴേക്ക് പണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ലഞ്ചെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമല്ലോ. നോക്കുമ്പോൾ ഒരു പാലട മിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് ഉണ്ടാക്കും. അങ്ങനെ പായസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇൻസ്റ്റയിലൊരു റീൽ കണ്ടിട്ടുണ്ടായിന്. അതിൽ മാംഗോ പൾപ്പ് അരച്ച് ഒഴിച്ചിട്ട് പാലടയിലേക്ക്. അങ്ങനെ ഞാനിതാ പാലട മാംഗോ പായസവും അവിടെ റെഡിയാക്കി. അങ്ങനെ അതും കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് പോയതെന്നുള്ള ഒരു ഒന്നൊന്നര വിശേഷമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കണ്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും വീഡിയോ മുടങ്ങാണ്ട് കാണുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും, ബൈ.